വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഷാഹി ടുക്ഡ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര പെട്ടെന്ന് എത്ര എളുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ റെസിപ്പി നോക്കാം. അതിൻ്റെ മുമ്പേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഓൺ ആക്കി വെക്കും കേട്ടോ. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് ആണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ നട്ട്സും യൂസ് ചെയ്യുക കേട്ടോ. കുറച്ച് പിസ്തയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ പിസ്ത ഇല്ല, ഈ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് ഒന്നും കിട്ടാനും വഴിയില്ല. അപ്പം നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് ഈ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നട്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡറിൽ ഇടരുത് കേട്ടോ, അപ്പോൾ വല്ലാണ്ട് ക്രഷായി പോവും. ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. വല്ലാണ്ട് ഫൈനായി പോയാൽ നമ്മൾ വറുത്തെടുക്കുന്ന ടൈമിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഈ കുറച്ച് നട്ട്സ് വറുത്തെടുക്കാനായിട്ട് എന്തിനാ ഇത്രയും വലിയ പാൻ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിലരെങ്കിലും പോയി വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അതെന്താണെന്നറിയോ, ഞാനിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പും ഈ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. വെറുതെ എന്തിനാ നമ്മൾ 2 പാൻ കഴുകാനാക്കി വെള്ളം വേസ്റ്റ് ആക്കുന്നതല്ലേ. അല്ലാണ്ട് എനിക്ക് പാത്രം കൂടുതൽ കഴുകാൻ മടിയുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ നമ്മുടെ ബദാമിൻ്റെ തൊലി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നട്ട്സ് എല്ലാം ചെറുതായി ബ്രൗൺ നിറം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡിനെയും ഡയഗണലി കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം 8 പീസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ നമ്മൾ നേരത്തെ നട്ട്സ് ഫ്രൈ ചെയ്തെടുത്ത പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നോർത്ത് ഇന്ത്യൻസ് ഷാഹി ടുക്ഡ ഉണ്ടാക്കുമ്പോൾ അവർ നല്ലവണ്ണം നെയ്യ് യൂസ് ചെയ്തിട്ട് ഈ ബ്രെഡ് സ്ലൈസസ് അതിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും നെയ്യൊക്കെ യൂസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോഴേ നമുക്ക് പേടിയാണല്ലേ. അതുകൊണ്ട് നമ്മളിവിടെ ആവശ്യത്തിന് മാത്രം നെയ്യ് യൂസ് ചെയ്തിട്ട് ബ്രെഡ് സ്ലൈസ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് ക്രിസ്പിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്ക പൊട്ടിച്ച് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുവിധം നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട്സിലൊക്കെ അവർ സാഫ്രോൺ ചേർത്ത് കാണാറുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. ഇത് ഓപ്ഷണലായ ഒരു കാര്യമാണ്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും, പക്ഷേ ഇല്ലയെന്ന് കരുതിയിട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ക്രീം മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരം നോക്കി അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് മധുരവും കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഏലക്കയുടെ ഫ്ലേവറും കൂടി നമ്മുടെ ക്രീമിൽ കിട്ടും. ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്താൽ മതി. കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി ചേർക്കണം എന്ന് മാത്രം. എനിക്ക് ഷാഹി ടുക്ഡ ഉണ്ടാക്കുമ്പോൾ ഈ മിക്സ്ചർ 1-2 മണിക്കൂർ എടുത്ത് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സംഭവം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണല്ലോ നോക്കാറ്. എന്തായാലും നമ്മുടെ കയ്യിൽ അത്ര ടൈമും ഗ്യാസും വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതൊന്ന് പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് പാലിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിക്കായി കിട്ടുന്നത് വരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് കുറുകി വന്ന ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സിൽ നിന്നും കുറച്ച് മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ സിറപ്പിൽ ആഡ് ചെയ്ത പോലെ തന്നെ ഒരു പിഞ്ച് സാഫ്രോൺ ഇതിലേക്കും ആഡ് ചെയ്യുന്നുണ്ട്. വല്ലാണ്ട് തിക്കായിട്ടുള്ള ക്രീം ആവണ്ട കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഒന്ന് അരിച്ചെടുത്ത് വെക്കാം.
നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഇതാ. ഞാനിത് 4 എണ്ണം വീതം 2 പ്ലേറ്റിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡ് സ്ലൈസസ് പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രീം മിക്സ്ചർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ടുള്ള നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അല്ലേ. ആദ്യം നമ്മുടെ ബ്രെഡ് സ്ലൈസസിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം മിക്സ്ചറിൻ്റെ പകുതി ഭാഗം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പിഞ്ച് സാഫ്രോൺ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ സംഭവം റെഡി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരുപാട് ടൈമോ ഇൻഗ്രീഡിയൻസോ ഒന്നും ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഷാഹി ടുക്ഡ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.